സുനിത വില്യംസിനും സംഘത്തിനും സമുദ്രത്തിൽ ഡോൾഫിനുകളുടെ സ്വീകരണം. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം 9 മാസക്കാലം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയപ്പോൾ ആക്ഷൻ നിറഞ്ഞ നിമിഷങ്ങൾ ലോകം ആകാംക്ഷയോടെ കണ്ടു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലാണ് ക്യാപ്സൂൾ സുരക്ഷിതമായി പതിച്ചത്. എന്നാൽ യാത്രികരെ ആദ്യം സ്വാഗതം ചെയ്തത് മനുഷ്യരല്ല, മറിച്ച് ഒരു കൂട്ടം ഡോൾഫിനുകളായിരുന്നു. ഡോൾഫിനുകൾ പ്രകൃതിയാൽ തന്നെ വളരെ ബുദ്ധിയുള്ളവരാണ്. പുതിയതായി എന്തെങ്കിലും കണ്ടാൽ അതെന്താണെന്ന് കണ്ടെത്താനുള്ള ജിജ്ഞാസ അവയുടെ പൊതു സ്വഭാവമാണ്. അതിനാൽ തന്നെ ഡ്രാഗൺ ക്യാപ്സൂൾ സമുദ്രത്തിൽ പതിച്ചതോടെ അതിന്റെ ചുറ്റും വട്ടം ചുറ്റി നീന്തുന്ന ഡോൾഫിനുകളുടെ കാഴ്ച നാസയുടെ റിക്കവറി സംഘത്തെ പോലും ആവേശഭരിതരാക്കി. ഡോൾഫിനുകളുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രധാന വിശേഷത കൂട്ടമായി ജീവിക്കുന്നതും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനുമുള്ള വൈവിധ്യമാർന്ന മാർഗങ്ങളുമാണ്. വിവിധ ശബ്ദങ്ങൾ, വിസിലുകൾ, ശരീരചലനങ്ങൾ എന്നിവയിലൂടെ അവർ കൂട്ടത്തിലുണ്ടാകുന്ന സംവാദം തീർക്കുന്നു. കൂടാതെ സൗഹൃദപരമായ സ്വഭാവം കൊണ്ടും മനുഷ്യരോടുള്ള പ്രത്യേക അടുപ്പം കൊണ്ടും ഇവയെ വേറിട്ട് നിർത്താം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഡോൾഫിനുകളുടെ സാന്നിധ്യം സാധാരണമാണ്. ഡോൾഫിനുകൾ ഡ്രാഗൺ ക്യാപ്സൂളിനെ ചുറ്റിപ്പറ്റി നീന്തിയ കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. പ്രകൃതിയെയും ജീവിതത്തെയും കൗതുകത്തോടെ നിരീക്ഷിക്കുന്ന ഡോൾഫിനുകളുടെ ഈ സ്വഭാവം മനുഷ്യർക്കും ബഹിരാകാശ യാത്രികർക്കും ഒരുപാട് സന്തോഷവും കൗതുകവും സമ്മാനിച്ച നിമിഷങ്ങളായി മാറി.